കാസർഗോഡ് എന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ സംഘർഷാന്തരീക്ഷം. വിഭജന ഭീതി ദിനം ആഹ്വാനത്തിന്റെ ഭാഗമായി ABVP പ്രവർത്തകർ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഉൾപ്പെടെ പ്ലക്കാർഡുകൾ ഉയർത്തിയിരുന്നു, പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് SFI പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. SFI ABVP പ്രവർത്തകർ തമ്മിൽ സംഘർഷാന്തരീക്ഷം രൂപപ്പെട്ടിരിക്കുകയാണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ. സാരംഗ്, എന്താണ് സംഭവിക്കുന്നത്? കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. SFI പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുന്നു. അതിനിടയിൽ ഉന്തും തള്ളും ഉണ്ടായതിന്റെ ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ട്. ABVP SFI പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. പോലീസിന്റെ വലിയ ക്രമീകരണം നേരത്തെ തന്നെ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു. പോലീസ് ഇടപെട്ട് സംഘർഷത്തിൽ നിന്ന് ഇരുഭാഗത്തെയും പിന്തിരിപ്പിക്കുകയാണ്. ഇരുപക്ഷത്തിനും ഇടയിലായി ഇപ്പോൾ പോലീസ് നിലയുറപ്പിച്ചിരിക്കുകയാണ്. സാരംഗ്, എന്താണ് സംഭവിക്കുന്നത്? രതീഷ്, പ്രധാനപ്പെട്ട ഒരു പോർട്ടിക്കോയിലേക്ക് SFI പ്രവർത്തകർ എത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു സംഘർഷ സാധ്യതയുണ്ടായത്. നേരത്തെ ABVP പ്രവർത്തകർ സ്ഥാപിച്ച ആ പ്ലക്കാർഡുകളും ചിത്രങ്ങളും നശിപ്പിക്കാനായിരുന്നു SFI പ്രവർത്തകരുടെ ശ്രമം. പിന്നീട് അതിനെ ചെറുത്തു തോൽപ്പിക്കാനായി ABVP പ്രവർത്തകർ രംഗത്തെത്തിയതോടുകൂടി സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോയി. പിന്നീട് പോലീസ് ഇടപെടൽ നടത്തിയതോടുകൂടിയാണ് SFI പ്രവർത്തകർ അവിടെ നിന്ന് പിന്തിരിഞ്ഞ് ഇപ്പോൾ ക്യാമ്പസിന്റെ മുൻഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഗവർണറുടെ കോലം കത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് SFI പ്രവർത്തകർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ബാനർ സ്ഥാപിച്ച ആ ഒരു പ്രദേശത്ത് തന്നെ ഇപ്പോഴും ABVP പ്രവർത്തകർ കൂടി നിൽക്കുകയാണ്. ഇനി വരുന്ന മണിക്കൂറുകളിൽ ഒരുപക്ഷേ ക്യാമ്പസിനകത്ത് വലിയ സംഘർഷങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ SFI ABVP പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. ചില വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രതീഷ്, കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ് സംഘർഷാന്തരീക്ഷം രൂപപ്പെട്ടിരിക്കുന്നത്. വിഭജന ഭീതി ദിനം അതിന്റെ ഭാഗമായി ABVP പ്രവർത്തകർ ക്യാമ്പസുകളിൽ ഇന്ന് പ്ലക്കാർഡുകൾ ഉയർത്തിയിരുന്നു, പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. പരിപാടി സംഘടിപ്പിച്ചാൽ തടയുമെന്ന് SFI നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. രാവിലെയായിരുന്നു, പുലർച്ചെയായിരുന്നു പരിപാടികളൊക്കെ നടന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ SFI പ്രവർത്തകർ ഗവർണറുടെ കോലം കത്തിക്കുകയാണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ. ABVP സ്ഥാപിച്ച പ്ലക്കാർഡുകൾ കീറിക്കളയാൻ ശ്രമിച്ചപ്പോൾ ABVP പ്രവർത്തകരുടെ ഭാഗത്ത് ചെറുത്തുനിൽപ്പ് ഉണ്ടായി. ഉന്തും തള്ളും ഉണ്ടാകുന്നതും ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അല്പനേരം സംഘർഷാന്തരീക്ഷം ആയിരുന്നു. ഇപ്പോൾ പോലീസ് ഇടപെട്ട് ഇരുപക്ഷത്തെയും രണ്ട് ഭാഗത്തേക്ക് നീക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ കോലം SFI പ്രവർത്തകർ ക്യാമ്പസിൽ കത്തിക്കുകയാണ്.
തകർക്കാൻ നോക്കുന്നവരെ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസമാണ് ചാൻസലർ കൂടിയായ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഗവർണറുടെ ആഹ്വാനത്തിനെതിരായ പ്രതിഷേധം അന്ന് തന്നെ രൂപപ്പെട്ടിരുന്നതാണ്. ഇപ്പോൾ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ SFIയുടെ പ്രതിഷേധമാണ് കണ്ടത്. ABP പ്രവർത്തകരുമായി ഉന്തും തള്ളും ഉണ്ടായി. കയ്യാങ്കളിയുടെ അന്തരീക്ഷമുണ്ട് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ. 2021 മുതൽ കേന്ദ്ര സർക്കാർ വിഭജന ഭീതി ദിനം ഓഗസ്റ്റ് 14 ആചരിക്കുന്നുണ്ട്. സമാനമായി ക്യാമ്പസുകളിലും പരിപാടികൾ സംഘടിപ്പിക്കണമെന്നായിരുന്നു ഗവർണറുടെ സർക്കുലർ. ആ സർക്കുലർ പുറത്തു വന്നതിന് പിന്നാലെ പ്രതിഷേധം രൂപപ്പെട്ടിരുന്നു. അതേസമയം ഗവർണർ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ആക്ഷൻ പ്ലാനുകൾ രൂപീകരിക്കണം, എന്തൊക്കെ പരിപാടികൾ സംഘടിപ്പിക്കുന്നു എന്നത് ചാൻസലറെ അറിയിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളുമൊക്കെ സർവകലാശാലകൾക്ക് നൽകിയിരുന്നു. അതിനിടയിലാണ് ABVP പ്രവർത്തകർ ഇന്ന് രാവിലെ വിഭജന ഭീതി ദിനം ആചരിച്ചത്. പ്ലക്കാർഡുകൾ ഉയർത്തി ക്യാമ്പസുകളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ SFIയുടെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു പ്രതിഷേധം കൂടി കാണുകയാണ്. അതിനിടയിലാണ് ഉന്തും തള്ളും സംഘർഷവും ഉണ്ടായത്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. സാരംഗ്, ഇപ്പോൾ അന്തരീക്ഷം അല്പം ശാന്തമായിട്ടുണ്ടോ? പോലീസിന്റെ സാന്നിധ്യം രാവിലെ മുതൽ ക്യാമ്പസിലുണ്ടായിരുന്നല്ലോ. ഇന്ന് രാവിലെ ഇവിടെ ABVPയുടെ നേതൃത്വത്തിൽ രതീഷ്, ഇപ്പോൾ പോലീസിന്റെ കൃത്യമായ ഇടപെടൽ ഇവിടെ നടന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ തോതിലുള്ള കയ്യാങ്കളിയിലേക്ക് പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും സ്ഥിതി ശാന്തമാവുന്ന രീതിയിലേക്ക് പോയത്. എന്നാലും ഇപ്പോൾ ABVP പ്രവർത്തകർ പോർട്ടിക്കോയിൽ തന്നെ തുടരുകയാണ്. നേരത്തെ അവർ സ്ഥാപിച്ച ആ പ്ലക്കാർഡുകൾ പൂർണ്ണമായും SFI പ്രവർത്തകർ കീറിയെറിയുകയായിരുന്നു. അതിനെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. പക്ഷേ പോലീസ് നേതൃത്വത്തിന് ഇവിടെ ക്യാമ്പ് ചെയ്തതിനാൽ തന്നെ അത്തരത്തിലുള്ള വലിയ സംഘർഷ സാധ്യതയിലേക്ക് പോയില്ല. ഇപ്പോൾ SFI പ്രവർത്തകർ ക്യാമ്പസിന് മുൻവശത്ത് ചാൻസലർ കൂടിയായ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുകയാണ്. അവർ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള വിഭജന ഭീതി ദിനാചരണവും ഇവിടെ ക്യാമ്പസിനകത്ത് സമ്മതിക്കില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം തന്നെയാണ് എടുക്കുന്നത്. SFI പ്രവർത്തകർ ഉയർത്തുന്ന മുദ്രാവാക്യവുമൊക്കെ അത്തരത്തിലുള്ളതാണ്. ഇത് കേരളമാണെന്നുള്ള കാര്യം ഓർക്കണമെന്നുള്ള രീതിയിലേക്ക് തന്നെ പോകുന്നു. പക്ഷേ മറുവശത്ത് അതിന് സമാനമായി തന്നെ ABVP പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇപ്പോൾ നമുക്കിവിടെ പോലീസ് സന്നാഹത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്താനുള്ള സാധ്യത മുന്നിൽ കാണേണ്ടതായുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ സംഘർഷം നടന്നതാണ്. അതുമായി ബന്ധപ്പെട്ട അലയൊലികൾ അടങ്ങുന്നതിന് മുൻപേ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഒരു ABVP SFI സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇനി വരുന്ന മണിക്കൂറുകളിലൊക്കെ തന്നെ ഈ ദിവസം പൂർണ്ണമായും ഇത്തരത്തിൽ വിഭജന ഭീതി ദിനവുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് ABVPയുടെ തീരുമാനമെന്ന് നേരത്തെ കേന്ദ്ര സർവകലാശാലയിൽ സംസാരിച്ച ദേശീയ നിർവാഹക സമിതി അടക്കമുള്ള ആളുകൾ പലതവണയായി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ABVP പ്രവർത്തകർ ഈ പ്ലക്കാർഡുകൾ നശിപ്പിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ ഇനി കൂടുതൽ പരിപാടികളുമായി രംഗത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഒരു കൂട്ടായ്മ മാത്രമാണ് ABVP പ്രവർത്തകർ സംഘടിപ്പിച്ചതെങ്കിൽ ഇപ്പോൾ SFI നടത്തിയതിന് സമാനമായ രീതിയിൽ തന്നെ പ്രകടനമൊക്കെ തന്നെ ക്യാമ്പസിനകത്ത് നടത്താനുള്ള സാധ്യത കാണേണ്ടതായുണ്ട്. പക്ഷേ SFI പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ കൂടി നിൽക്കുകയാണ്. SFI നേതാക്കൾ ഇപ്പോൾ സംസാരിച്ച് കൊണ്ടിരിക്കുകയാണ്, പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രതീഷ്, സാരംഗാണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. SFIയുടെ പ്രതിഷേധം, അതേസമയം തന്നെ നേരത്തെ ABVPയുടെ പ്രതിഷേധ പരിപാടി ഉണ്ടായിരുന്നു. തമ്മിൽ സംഘർഷമുണ്ടായി. ABVP സ്ഥാപിച്ച പ്ലക്കാർഡുകളും പോസ്റ്ററുകളും ഒക്കെ കീറിക്കളയുകയായിരുന്നു SFI പ്രവർത്തകർ. തുടർന്നാണ് ഉന്തും തള്ളും ഉണ്ടായത്. പോലീസ് ഇടപെട്ടിട്ടുണ്ട്. കൂടുതൽ സംഘർഷങ്ങൾക്കുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നതാണ് സാരംഗ് നൽകുന്ന വിവരം.